ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഫിസിക്സ് എക്സാം റിവ്യൂ ആണ്. അപ്പോൾ എന്താണ്, ഫിസിക്സ് എനിക്ക് കെമിസ്ട്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. എന്താ വെച്ചാൽ കെമിസ്ട്രി 2 മാർക്ക് ക്വസ്റ്റിനൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അപ്പോൾ ഫിസിക്സ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഫിസിക്സാണ് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നിയത് കെമിസ്ട്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. തെറ്റിയിട്ടില്ല എന്നല്ല, എനിക്ക് തെറ്റിയിട്ടൊക്കെ ഉണ്ട്, ഞാൻ പറയാം അങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ എന്തൊക്കെ എഴുതിയ ഞാൻ എൻ്റെ ആൻസേഴ്സ് ഷെയർ ചെയ്യാം. അപ്പോൾ ശരിയായിക്കോണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ എഴുതുന്നു ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആൻസേഴ്സ് പറയാം. അപ്പോൾ ആദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 7 എണ്ണം തന്നിട്ടുണ്ട്, അതിൽ 5 എണ്ണം എഴുതണം. അപ്പോൾ ഞാൻ 7 എണ്ണം എഴുതി വെച്ചു. അതിൻ്റെ തെറ്റും ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ തെറ്റിയിട്ടുണ്ടായിരുന്നു, കുറേ പേര് പറഞ്ഞു വിട്ടിട്ട്. അപ്പോൾ ഞാൻ ഈ എക്സാം എഴുതിയത് 3 ചാപ്റ്റേഴ്സ് പഠിക്കാതെയാണ്. ഒന്ന് ഗ്രാവിറ്റേഷൻ, പിന്നെ രണ്ടാമത്തെ സിസ്റ്റം ഓഫ് റൊട്ടേഷൻ, പിന്നെ മൂന്നാമത്തെ വേവ്സ് ഞാൻ പകുതി പഠിച്ചു, ബാക്കി പകുതി പഠിച്ചില്ല. അങ്ങനെയൊക്കെയായിരുന്നു, ജസ്റ്റ് ഒന്ന് ഉഴപ്പം നോക്കലായിരുന്നു. ഗ്രാവിറ്റേഷൻ മെയിൻ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുമല്ലോ, ബാക്കിലുണ്ടാവില്ല, കെപ്ലേഴ്സ് ലോൻ്റെ പോലത്തെ അതൊന്നും വന്നതുമില്ല. അങ്ങനത്തെ ഒക്കെ നോക്കി. സിസ്റ്റം ഒന്നും നോക്കിയില്ല, അങ്ങനെയാണ് നോക്കി പോയത്. പക്ഷെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ വൃത്തിയായിട്ടാണ് നോക്കിയത്. പിന്നെ എന്താണ്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അത് ഞാൻ ടെമ്പറേച്ചറിനാണ് എഴുതിയത്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പൊസിഷൻ ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒബ്ജക്റ്റ് ഹാസ് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നാണ് എഴുതിയത്. സി ഓപ്ഷൻ ആണ് അത്. ഞാൻ ആദ്യം വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഇൻക്രീസസ് എന്നാണ് എഴുതിയത്. പിന്നെ ഞാനത് അവസാനം ഒബ്ജക്റ്റ് ഹാസ് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നാക്കി. അപ്പോൾ നിങ്ങൾ എന്താ എഴുതിയെന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആൻസർ അറിയിച്ചതെന്ന് പറയുക. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, അത് മാസ് ഓഫ് ദ ബോഡി എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ ഗ്രാവിറ്റേഷൻ പഠിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ മാസ് ഓഫ് എർത്ത് എന്ന് തന്നെ എഴുതി വെച്ചു. ജസ്റ്റ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെച്ചു. ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചൂസ് ചെയ്തിട്ടു. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്, ദിസ് ഫെനോമെനൻ ഈസ് ആൻ ഇല്ലസ്ട്രേഷൻ ഓഫ്, അത് ഞാൻ ഒന്നെങ്കിൽ പാസ്കൽസിലോ എഴുതാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സോ അങ്ങനെ എന്തോ എഴുതും തോന്നുന്നു. ഞാൻ പാസ്കൽസിലോ എന്നൊക്കെയാണ് എഴുതി വെച്ചത്. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദ സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ ഡിറ്റർമൈൻഡ് ബൈ ഷെയർ മോഡുലസ്, അത് ഫാൾസ് ആണ്. പക്ഷെ അത് ഞാൻ ട്രൂ എന്ന് എഴുതി വെച്ചു. അത് എക്സ്ട്രാ ക്വസ്റ്റ്യനിൽ പോയി. അത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നെയിം ദ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടർ എന്നാണ് ഞാൻ എഴുതിയത്. പിന്നെ റൈറ്റ് ദ എക്സ്പ്രഷൻ ബിറ്റ്വീൻ ആവറേജ് കൈനറ്റിക് എനർജി, അത് ആ കൈനറ്റിക് തിയറിയുടെ ചാപ്റ്ററിലല്ല, അതെന്താ കൈനറ്റിക് ½ mv² = 3/2 kBT, അങ്ങനെ എന്തോ ഇല്ല, അതാണ് ഞാൻ എഴുതിയത്. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ 5 എണ്ണം എഴുതണം. അപ്പോൾ 8th ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, കാർ മൂവിങ് അലോങ് സ്ട്രേറ്റ് ലൈൻ, അതിൻ്റെ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിൽ എനിക്ക് -3.06 അതാണ് കിട്ടിയത്, അങ്ങനെയാണ് കിട്ടിയത്. 9th ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ട്രൂ ഓഫ് ഫോൾസ് ആണ്. അതിലത്തെ A ക്വസ്റ്റ്യന് എനിക്ക് ട്രൂ എന്നാണ് കിട്ടിയത്, B ക്വസ്റ്റ്യന് ഞാൻ ട്രൂ എന്നാണ് എഴുതിയത്. പിന്നെ 10th ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക് കൊളൂഷൻ, അത് ഞാൻ ഒന്നിൽ എന്താ മൊമെൻറ്റം ഈസ് കൺസേർഡ്, കൈനറ്റിക് എനർജി കൺസേർഡ്, അങ്ങനെ എഴുതില്ല, അതാണ് ഞാൻ ചെയ്തത്. പിന്നെ 11th ക്വസ്റ്റ്യന് വീണ്ടും സിസ്റ്റം ഓഫ് റൊട്ടേഷൻ എന്ന് വന്നാൽ ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് തന്നുകൊണ്ട് ഞാനിങ്ങനെ കറക്കി കുത്തി എഴുതി. ചിലപ്പോൾ തെറ്റായിരിക്കും, എക്സ്ട്രാ ആയിട്ട് എഴുതി കേട്ടോ. അപ്പോൾ A ക്വസ്റ്റ്യൻ 11th A ക്വസ്റ്റ്യൻ ഞാൻ ലീനിയർ വെലോസിറ്റി എന്നും B എന്നുള്ളത് വെക്ടർ എന്നും എഴുതി വെച്ചു, എനിക്കറിയില്ല. പിന്നെ 12th ക്വസ്റ്റ്യൻ അത് വീണ്ടും ഗ്രാവിറ്റേഷൻ ആണ്. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല എഴുതാൻ. അപ്പോൾ ഞാൻ ഇതന്നെ എഴുതി. എന്താ വെച്ചാൽ താഴെ ഒരു കൈനറ്റിക് തിയറീൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കത് ലോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ 12th എഴുതി. അപ്പോൾ ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് എന്നുള്ളത് ഞാൻ എൻ്റെതായ രീതിയിൽ എഴുതി. പിന്നെ B മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ, അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഏതോ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്താ എഴുതി വെച്ചാൽ moon has no atmosphere because the RMS velocity of the gas molecules is greater than the escape velocity of എന്തോ മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിനെക്കാട്ടും കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എഴുതി ഞാൻ. എന്താ വെച്ചാൽ എസ്കേപ്പ് വെലോസിറ്റി അറ്റ്മോസ്ഫിയറിൽ വെച്ചാൽ അതിൻ്റെക്കാട്ടും കൂടുതലുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ RMS ഞാൻ പേരും കിട്ടുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി. പിന്നെ 13th ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഐസോതെർമൽ പ്രോസസ് എന്താ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അഡയബാറ്റിക് പ്രോസസ്സ് നമുക്ക് നോ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഐസോകോറിക് വോളിയം കോൺസ്റ്റൻറ്റും ഐസോബാറിക് ഇതും പ്രഷർ കോൺസ്റ്റൻ്റ് അതിൻ്റെ നേരെ തന്നെ ഉണ്ട്. അത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് 14th ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, അത് നമ്മുടെ കൈനറ്റിക് തിയറി എന്നാണ് തോന്നുന്നത്, എനിക്കൊന്നും ഓർമ്മ വന്നില്ല. സെയിം എനർജി ഫോർ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് ലെവൽ, അങ്ങനെന്തോ അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിൻ്റെ ഡേറ്റ് തുടക്കത്തിൽ എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വിട്ടു. അതുകൊണ്ടാണ് ഞാൻ ആ മൂണിൻ്റെ എന്തോ എഴുതിയത്, എസ്കേപ്പ് വെലോസിറ്റിൻ്റെ എഴുതിയത്. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 6 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 15th ക്വസ്റ്റ്യൻ എഴുതിയത് എല്ലാത്തിനെയും ഗ്രാഫ് വരയ്ക്കലായിരുന്നു. പിന്നെ 16th ഞാൻ എഴുതി ന്യൂട്ടൺ സെക്കൻഡ് ലോ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, അതില്ലേ. പിന്നെ B ക്വസ്റ്റ്യൻ അതിൻ്റെ ഡ്രൈവ് ചെയ്തു. പിന്നെ 17th ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു. പിന്നെ 18th ക്വസ്റ്റ്യൻ വീണ്ടും വരയ്ക്കാൻ, എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ഗ്രാഫ് വരയ്ക്കാണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും കുറേ ഗ്രാഫ്സ് ഒക്കെ വരയ്ക്കണമല്ലോ, ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18th ഗ്രാഫ് ഞാൻ ചെയ്തു. പിന്നെ 19th ക്വസ്റ്റ്യൻ A, ദ പ്രഷർ അറ്റ് ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് ലിക്വിഡ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ഇസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എക്സസ് പ്രഷർ അറ്റ് ഡെപ്ത് ഈസ് കോൾഡ്, അത് ഞാൻ ഗോജ് പ്രഷർ എന്നാണ് എഴുതിയത്. ഗോജ് പ്രഷർ എന്നാണ് ഞാൻ എഴുതിയത്. പിന്നെ കാൽക്കുലേറ്റ് ദ പ്രഷർ ഓൺ സിമ, അത് ഞാൻ എനിക്ക് എന്താ കിട്ടിയത്,
എന്തോ 19 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റു 10 അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് വേറെ എന്തോ കിട്ടിയാൽ എൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. പിന്നെ 28th ക്വസ്റ്റ്യൻ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് സ്റ്റേറ്റ് ചെയ്യാനാണ് ചെയ്തു. പിന്നെ ഗ്രാഫ് ഞാൻ ആ ഗ്രാഫ് എവിടെ കണ്ടിട്ടാണ് ഞാൻ വരച്ച് വെച്ച് ഇങ്ങനെ ഗ്രാഫിൻ്റെ കോഡിനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്ന ലൈന് അത് ഞാൻ എവിടെ കണ്ടതാണ്. എനിക്ക് വേറെ ഇതേപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതാണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇത് എഴുതി വെച്ചതാണ്. പിന്നെ സ്പെസിഫൈ വൺ ഡ്രോബാക്ക് ഓഫ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അത് എഴുതി ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എഴുതിയതാണ്. ഞാൻ എവിടെയും കേട്ടോന്നല്ല, ഞാൻ ജസ്റ്റ് ചിന്തിച്ച് എഴുതിയതാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോഡി അല്ലെങ്കിൽ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ് ഷുഡ് ബി സ്മോൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ലോ അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ വലിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള ഇപ്പോൾ നമ്മുടെ സിസ്റ്റമും സറൗണ്ടിങ്സും ബിറ്റ്വീൻ ഒരു വലിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ഈ ലോ അപ്ലിക്കബിൾ അല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എഴുതി. പിന്നെ 21st ക്വസ്റ്റ്യൻ കാർനോട്ട് എഞ്ചിൻ്റെ ആയിരുന്നു. നെയിം ദ പ്രോസസ്. അത് ആ 4 പ്രോസസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ അതാണ് എഴുതിയത്. പിന്നെ ആ ഡയഗ്രാം അത് വരച്ചു. പിന്നെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് 3 എഴുതണം. അപ്പോൾ 22nd ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ് ചെയ്യാനാണ്, അത് ചെയ്തു. പിന്നെ ബിയും സിമ്പിൾ പെൻഡുലത്തിൻ്റെ അത് നമുക്കറിയാലോ, T = റൂട്ട് ഓഫ് L/G അങ്ങനെ എനിക്ക് കിട്ടിയത് ഇക്വേഷനായിട്ട്. പിന്നെ 23ൻ്റെ ക്വസ്റ്റ്യനിൽ ഞാൻ എന്താ പറയുക എന്താ പറയുക മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന്, വർക്ക് എനർജി പവറിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. ഈ 3 പോയിന്റ് എടുത്ത് മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് കാണിക്കണം. എന്നിട്ട് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ദ വർക്ക് ഡൺ ബൈ എനി ഫോഴ്സ് ഇൻ ക്ലോസ് പാത്ത് 0. അത് ട്രൂ എന്നാണ് ഞാൻ എഴുതിയത്. പിന്നെ 24th ക്വസ്റ്റ്യൻ അത് എക്സ്ട്രാ ആക്കിയിട്ടാണ്. എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് അത് എന്താ പറയുക അത് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനുള്ളതാണ്. വെലോസിറ്റി ആക്സിലറേഷനും ഇന്നിട്ട് ഡ്രൈവ് ചെയ്യാനുള്ളതാണ്, എക്സ്ട്രാ ആയിട്ട് എഴുതി. പിന്നെ 25th ക്വസ്റ്റ്യൻ ഇസ് എന്താ പറയുക അതും വേവ്സിൻ്റെ ചാപ്റ്റർ എന്നാണ് തോന്നുന്നു. ഇസ് ദിസ് വേവ്സ് ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി, അത് ട്രാവലിംഗ് എഴുതി വെച്ചു. ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ് വാട്ട് ഇസ് ഇതിനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഇത് ആൻസർ. പിന്നെ ഡി എന്താ വാട്ട്സ് ദി ഇനീഷ്യൽ ഫേസ് ദ ഒറിജിൻ π/4 ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ 3 എഴുതേണ്ടത്. അതിൽ ഞാൻ 4 എഴുതി. പിന്നെ അതിൽ ഒരെണ്ണം ഫുൾ തെറ്റി, ഞാൻ പറയാം. 26th ക്വസ്റ്റ്യൻ എന്താ പറയുക ഗലീലിയോൻ്റെ അതാണ്. റൈറ്റ് ഡൗൺ ദ ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പോണൻസ് ഓഫ്, അത് ഞാൻ എന്താ ഹോറിസോണ്ടൽ ആണെങ്കിൽ യു കോസ് തീറ്റ ന്യൂ സൈൻ തീറ്റ അങ്ങനെയാണ് എഴുതി വെച്ചത്. പിന്നെ ഡ്രൈവ് ദ മാക്സിമം ഹൈറ്റ്, ഇക്വേഷൻ ഓഫ് മാക്സിമം ഹൈറ്റ് അത് ചെയ്തു. പിന്നെ ക്രിക്കറ്റ് ബോളിൻ്റെ അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സി ക്വസ്റ്റ്യൻ മാക്സിമം ഹൈറ്റ് എനിക്ക് 10 മീറ്റേഴ്സ് എന്നിട്ടാണ് കിട്ടിയത്. -10 ആണ് +10 അങ്ങനെയൊക്കെ എഴുതണമെന്ന് എനിക്കറിയില്ല. 10 മീറ്റേഴ്സ് ഞാൻ എഴുതി വെച്ചു. പിന്നെ 27th ക്വസ്റ്റ്യൻ ലെവൽഡ് റോഡിൻ്റെ അത് ഡയഗ്രാം വരയ്ക്കണം, അതിൻ്റേത് പറഞ്ഞ ഇക്വേഷൻ ഡ്രൈവ് ചെയ്യാനാണ് ചോദിച്ചത്. പിന്നെ എന്താ അതിൻ്റെ സി ക്വസ്റ്റ്യൻ കമൻറ്റ് ഓൺ എനി മെത്തേഡ് ടു ഇൻക്രീസ് ദ മാക്സിമം സേഫ് വെലോസിറ്റി ഓഫ് കാർ, അത് ഞാൻ എഴുതിയത് എൻ്റെ രീതി ഞാൻ എന്താ എഴുതിയത് ഞാൻ റേഡിയസ് കൂട്ടിയാൽ നമുക്ക് വെലോസിറ്റി കൂട്ടാം, അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് എഴുതിയത്. പിന്നെ 28th ക്വസ്റ്റ്യൻ ആണ്, അത് ഗ്രാവിറ്റേഷൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ഞാനത് ശരിക്കും വായിക്കാൻ കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എഴുതിയത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഗ്രാവിറ്റേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഞാനത് നേരെ എടുത്തിട്ട് വർക്ക് എനർജി ചെയ്തിട്ട് സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി ഇല്ല അതങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വെച്ചു. പിന്നെ 29th ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് ഹൈഡ്രോളിക് ബ്രേക്സ് അതിൻ്റെ അപ്ലിക്കേഷൻസ് ചെയ്ത ലോ ആൻഡ് എന്താണ് അതിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് നമ്മളത് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ പാസ്കൽസ് ലോ ഓഫ് ഫ്ലൂയിഡ് ട്രാൻസ്മിഷനാണ് എഴുതിയത്, പിന്നെ അത് സ്റ്റേറ്റ് ചെയ്തു. ബി ക്വസ്റ്റ്യൻ അത് ഡയഗ്രാം വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയത് കെമിസ്ട്രീനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ഫിസിക്സ്. എനിക്ക് ബയോളജി എഴുതിയത് ഒട്ടും തൃപ്തിയായിട്ടൊന്നുമില്ല. എക്സ്ട്രാ ക്വസ്റ്റ്യനായി എഴുതിയത് വിചാരിക്കാത്തതൊക്കെ ശരിക്കായി എഴുതിയതൊക്കെ തെറ്റി അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ കമൻസിലും കുറേ പേര് പറയണൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബയോളജി എക്സാമിൻ്റെ റിവ്യൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടപ്പോൾ അതിൻ്റെ കമൻസിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അത് തെറ്റിയിട്ടുണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ശരിയാണ്, ഞാൻ കുറേയൊക്കെ തെറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബയോളജിയും കെമിസ്ട്രീൻ്റെ കാട്ടും എനിക്ക് നന്നായി തോന്നി ഫിസിക്സ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത എക്സാം മാത്സ് ആണ്. ഇനിയിപ്പോൾ അത് ചൊവ്വാഴ്ചയാണല്ലോ. ഇപ്പോൾ അതിന് 14 ചാപ്റ്റർ. അതിൽ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സൊന്നും പഠിക്കുന്നില്ല, ഇതുപോലെ ഞാൻ ചാപ്റ്റേഴ്സ് വിടുന്നുണ്ട്. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും വൃത്തിയായി പഠിക്കുക, അതാണ് എൻ്റെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെന്താ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. പിന്നെ നിങ്ങൾ എത്ര മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യണേ, നിങ്ങൾക്ക് ഈ എക്സാം ഇഷ്ടമായോ പറഞ്ഞാൽ ഫിസിക്സ് ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താ പറയാനുള്ളതെന്നൊക്കെ പറയുക. പിന്നെ എന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.